യുഎഇയിൽ കനത്ത മഴ. വിവിധയിടങ്ങളിൽ വെള്ളം കയറി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് വിമാന സർവീസുകളും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ യുഎഇയിൽ മഴ തകർത്തു പെയ്യുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും പലയിടത്തും തുടരുകയാണ്. വിവിധ എമിറേറ്റുകളിലെ കെട്ടിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. ഷാർജയിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വെള്ളക്കെട്ട് നീക്കാൻ പലയിടത്തും പോലീസും നാട്ടുകാരും ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ശക്തമായ കാറ്റിൽ ഷാർജ റോളയിൽ മരം കടപുഴകി വീണു. റാസൽ ഖൈമയിൽ റോഡ് തകർന്നു. ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. നിരവധി വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ദുബായിൽ ഉച്ചവരെ ജലഗതാഗത സർവീസ് നിർത്തിവച്ചിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. പൊതുജനങ്ങൾ കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയണമെന്നും സ്വകാര്യ ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് സ്ഥാപനങ്ങളോടും യുഎഇ തൊഴിൽ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാർക്കുകളും ദുബായ് ഗ്ലോബൽ വില്ലേജും അടച്ചിട്ടിരിക്കുകയാണ്. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിറിൽ സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ വരെ രാജ്യത്ത് മഴ തുടരും. 24 ദുബായ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സൗജന്യ സ്തനാർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ച് ABC കാർഗോ. ABC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ഷിമിറ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. UAEയുടെ വിവിധയിടങ്ങളിൽ നിന്നായി 100 കണക്കിന് പേർ പരിപാടിയുടെ ഭാഗമായി. ദുബായ് ലുലു അൽബർഷ അങ്കണത്തിലാണ് ABC കാർഗോയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി നടന്നത്. ABC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ഷമീറ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ 12ഓളം ആരോഗ്യ പ്രവർത്തകരുടെ സേവനമാണ് ലഭ്യമാക്കിയത്. രോഗം നേരത്തെ കണ്ടെത്തി ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്ന് ABC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ അറിയിച്ചു. UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീകളും ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാ ലേഡീസ് സ്റ്റാഫും മറ്റ് സ്ത്രീകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള സാമൂഹിക പ്രോഗ്രാമുകൾ, പരിപാടികളും എല്ലാം ABC ഗ്രൂപ്പ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ക്യാമ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവിധ പിന്തുണയും നൽകി ABC വനിതാ ജീവനക്കാരും പ്രതിനിധികളും മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലും വനിതാ ദിനത്തിൽ ഷമീറ ഷെരീഫിന്റെ നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 24 ദുബായ്. കൊലപാതക കേസിൽ 5 വർഷം ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞ തിരുവനന്തപുരം തിരുമല സ്വദേശി ശ്യാം കൃഷ്ണൻ നായർ നാട്ടിലേക്ക് മടങ്ങുന്നു. ശിക്ഷ കഴിഞ്ഞ് 2019 പുറത്തിറങ്ങിയതാണെങ്കിലും ദയാധനമായ 2 ലക്ഷം റിയാൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം കാരണം നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്നാണ് 14 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുന്നത്. 2014 ജോലിസ്ഥലത്തുണ്ടായ തർക്കത്തിനിടെ അബദ്ധത്തിൽ ഭോപ്പാൽ സ്വദേശി മരിക്കാനിടയായ സംഭവത്തിലാണ് ശ്യാം കൃഷ്ണൻ നായർക്ക് 10 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം റിയാൽ ദയാധനവും ശിക്ഷ വിധിച്ചത്. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനും നിയമ പോരാട്ടത്തിനും ശേഷം തടവ് ശിക്ഷ 5 വർഷമായി ഇളവ് ചെയ്തിരുന്നു. 2019 ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയെങ്കിലും മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന നിബന്ധനയെ തുടർന്ന് നാട്ടിലേക്കുള്ള യാത്ര വീണ്ടും മുടങ്ങുകയായിരുന്നു. സഹായം തേടി ശ്യാം ICBFനെ സമീപിക്കുകയും ICBFും പുനർജനിയും സംയുക്തമായി തുക സമാഹരിച്ച് നാട്ടിലെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ നഷ്ടപരിഹാര തുക ഖത്തറിലെ കോടതിയിൽ കെട്ടിവെക്കണമെന്ന നിബന്ധന കാരണം വീണ്ടും യാത്ര മുടങ്ങി. തുടർന്ന് ICBF ലീഗൽ സെൽ പ്രതിനിധികളായ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, അഡ്വക്കേറ്റ് നൌഷാദ് അലോക്കാട്ടിൽ എന്നിവർ ചേർന്ന് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നടത്തിയ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങി കൃഷ്ണൻ നായർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങിയത്. ഏതാണ്ട് കോവിഡ് സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ പേരിലേക്ക് നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോർണി തരികയും നമ്മളത് പബ്ലിക് പ്രോസിക്യൂഷനിലും അതേപോലുള്ള ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിലും അതുപോയിട്ട് ആ കുരുക്കുകൾ നീക്കുകയും നിയമപരമായ കുരുക്കുകൾ നീക്കുകയും ഏറ്റവും അവസാനം കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് അത് ഫുള്ളായിട്ട് അത് അംഗീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, നിയമപരമായിട്ടുള്ള ആ കുരുക്കളിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ആ കുരുക്കുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യും, അദ്ദേഹത്തെ നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. വളരെ സന്തോഷമുള്ള സമയമാണ്. നമ്മുടെ സഹോദരൻ ശ്യാം അവസാനം നാട്ടിൽ പോവുകയാണ്. എനിക്ക് തോന്നുന്നു 13 വർഷത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എടുത്തിരുന്നത്. ICBFിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന നിയമസഹായമായിരിക്കും ഏതൊരു കേസിൻ്റെയും വഴിത്തിരിവാകുന്നത്. അപ്പോൾ പലപ്പോഴും വരുന്നത് നമ്മളടുത്ത് കുറച്ച് വൈകിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയുന്നത് ബുദ്ധിമുട്ടൊക്കെ. പക്ഷേ ഇപ്പോൾ ICBFിൽ
അതിന് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലീഗൽ സെല്ലുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഞായറും ബുധനും നമുക്ക് നിയമവിദഗ്ധരടങ്ങുന്ന ഇന്ത്യൻ ലോ ലീഗൽ ഫ്രട്ടേണിറ്റിയുള്ള ഒരു 8-9 പേരുള്ള ഒരു പാനലുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം 52-കാരനായ ശ്യാം ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ സഹായിച്ച് കൂടെ നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ട്. സഹോദരൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലെത്തിയാൽ മധ്യപ്രദേശിൽ ചെന്ന് താൻ കാരണം മരണപ്പെട്ടയാളുടെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് പറയണമെന്നും ശ്യാം കൃഷ്ണൻ നായർ 24-നോട് പറഞ്ഞു. അൻവർ പാലേരി, 24, ദോഹ. കുവൈറ്റ് സ്പോർട് ഡേയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് അൽ സലീം അൽ സബാഹിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ജാബർ ബ്രിഡ്ജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും കായികരംഗം നൽകുന്ന സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സോയ്ക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരും നയതന്ത്ര പ്രതിനിധികളും പൗരരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 13,000 പേർ പരിപാടിയിൽ പങ്കാളികളായി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി കാൽപന്ത് കളി ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷമീർ കൊടിയത്തൂരാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി റഷീദ് മാളിയക്കലിനെയും ട്രഷററായി ജുനൈദ് നീലേശ്വരത്തെയും തെരഞ്ഞെടുത്തു. ദമാമിൽ സംഘടിപ്പിച്ച വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ മുജീബ് കളത്തിൽ അധ്യക്ഷനായി. ചെയർമാൻ വിൽഫ്രഡ് ആൻഡ്രോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിഫയിൽ അംഗത്വം ലഭിച്ച ജുബൈൽ RCFC ക്ലബിനുള്ള സർട്ടിഫിക്കറ്റ് വേദിയിൽ വെച്ച് സമ്മാനിച്ചു. സെക്രട്ടറി സഹീർ മജ്ദാൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലോക വനിതാ ദിനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ വിമൻസ് ഫോറം ദോഹയിൽ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. തുമാമയിലെ ICBF കാഞ്ചാണി ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമാ സീരിയൽ നടി മല്ലിക സുകുമാരൻ മുഖ്യാതിഥിയായി. വേൾഡ് മലയാളി കൗൺസിലിൽ ഖത്തർ ജനറൽ സെക്രട്ടറി കാജൽ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ചെയർമാൻ VS നാരായണൻ, പ്രസിഡന്റ് സുരേഷ് കരിയാട് എന്നിവർ സംസാരിച്ചു. RJ ഫെമിന അവതാരകയായി. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, IC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ, ICBF വൈസ് പ്രസിഡന്റ് ദീപക് ഷെഡ്ഡി എന്നിവർ ആശംസകൾ നേർന്നു. കുവൈറ്റിൽ മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കാസർഗോഡ് സ്വദേശി പുതിയ വളപ്പിൽ മനോജ് കൃഷ്ണനാണ് അന്തരിച്ചത്. 38 വയസ്സായിരുന്നു. വർഷങ്ങളായി ഗൾഫ് ഫുഡ് കമ്പനി ജീവനക്കാരനായിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് ചന്ദ്രൻ അധ്യക്ഷനായ യോഗത്തിൽ രക്ഷാധികാരി ബാബു പനമ്പള്ളി, ചെയർമാൻ രാജീവ് നടുവിലിമുർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പങ്കുളം വാർഷിക റിപ്പോർട്ടും ട്രഷറർ കുര്യൻ തോമസ് പൈനുമൂട്ടിൽ വാർഷിക കണക്കുകളും അവതരിപ്പിച്ചു. പ്രസിഡന്റായി കുര്യൻ തോമസ് പൈനുമൂട്ടിലിനെയും ജനറൽ സെക്രട്ടറിയായി സിറിൽ ജോൺ അലക്സ് ചമ്പങ്കുളത്തിനെയും തെരഞ്ഞെടുത്തു. സുരേഷ് വാരിക്കോലിലാണ് ട്രഷറർ. വനിതാ വിഭാഗം ഭാരവാഹികളിൽ ചെയർപേഴ്സണായി ലിസൺ ബാബുവിനെയും ജനറൽ സെക്രട്ടറിയായി ഷീന മാത്യുവിനെയും തെരഞ്ഞെടുത്തു. അനിത അനിലാണ് ട്രഷറർ. പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. 2027 വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് രാജി. രാജിയുടെ കാരണം വ്യക്തമല്ല. രാജി അംഗീകരിച്ച രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. 3-അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ച ശേഷം ആരെയും പകരം നിയമിച്ചിരുന്നില്ല. 2 അംഗങ്ങൾ മാത്രം തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അരുൺ ഗോയലും രാജിവെക്കുന്നത്. ഇതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ശേഷിക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവും ആലപ്പുഴ മണ്ഡലത്തിലെ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും ആയുധമാക്കി കോൺഗ്രസിനെതിരെ ഇടതുമുന്നണിയുടെ പ്രചാരണം. ഇന്ന് കോൺഗ്രസായി നിൽക്കുന്നവർ നാളെ BJP ആകില്ല എന്നതിന് എന്തുറപ്പാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അനിൽ ആന്റണിയെയും പത്മജയെയും കോൺഗ്രസ് തീറ്റിപ്പോറ്റി വളർത്തിയത് BJPയിലേക്ക് പോകാനാണെന്നും പിണറായി വിജയന്റെ പരിഹാസം. KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് MA ബേബി വിമർശിച്ചു. എന്നാൽ രാജ്യസഭയിലേക്ക് മറുതന്ത്രമുണ്ടെന്ന് KC വേണുഗോപാൽ തിരിച്ചടിച്ചു. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPക്കെതിരായിരുന്നുവെന്ന് CPI വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് ഗോദയിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ ഇടതുമുന്നണി ആയുധമാക്കുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി V ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി തൊടുത്തതൊക്കെയും BJPയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കിനെപ്പറ്റി. വേണ്ടിവന്നാൽ താൻ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നയാളാണ് KPCC അധ്യക്ഷനെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാള് ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നു, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആയിരിക്കെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ഇടതുപക്ഷം ചർച്ചയാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം BJPയുമായുള്ള ഡീലാണോ
എന്ന് സംശയമുണ്ടെന്നായിരുന്നു എം.എ. ബേബിയുടെ പ്രതികരണം. ബി.ജെ.പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർ ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കെ.സി. വേണുഗോപാൽ എന്തെങ്കിലും ഡീലാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ തീരുമാനം? നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിനെ മറികടക്കേണ്ടത് എങ്ങനെയെന്നറിയാമെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ മറുപടി. ബി.ജെ.പിയെ തോൽപ്പിക്കാനാവശ്യമായ സംഖ്യയാണ് കോൺഗ്രസിന്റെ ടാർഗറ്റെന്നും കെ.സി. വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബി.ജെ.പിയെ പരമാവധി തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുമായിട്ട് കോൺഗ്രസ് വരിക എന്നുള്ളതാണ്. ഓരോ സീറ്റും നിർണായകമാണ്. ആ സീറ്റുമായി മുന്നോട്ട് വരും. പത്മജയുടെ കൂടുമാറ്റത്തിലൂന്നി കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇടതുപാളയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നന്നേ വിയർക്കേണ്ടിവരും. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ലാഘവത്തോടെ കാണുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് CPIM വിമർശിച്ചു. 24 തിരുവനന്തപുരം. പത്മജയുടെ BJP പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടനിലക്കാരനായെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ. പത്മജയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജാണെന്നായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ കോൺഗ്രസ് നേതാക്കളെ പത്മജ വേണുഗോപാൽ വെല്ലുവിളിച്ചു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് പിന്നിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ എന്ന VD സതീശന്റെ ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഏറ്റെടുക്കുകയായിരുന്നു. മോദി പിണറായി ബന്ധത്തിലെ ഇടനിലക്കാരനാണ് ലോക്നാഥ് ബെഹ്റ എന്ന് K മുരളീധരൻ. പത്മജയെ BJPയിലെത്തിച്ചത് ഈ ഇടനിലക്കാരനെന്നും ആരോപണം. ബെഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പൊ BJPയിലേക്കുള്ള പാലം പണി. പത്മജയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജ് എന്നായിരുന്നു KC വേണുഗോപാലിന്റെ വിമർശനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഒരു CPM BJP പാക്കേജാണ് ഇത്. എന്നാൽ തന്റെ BJP പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ 24-നോട് പറഞ്ഞു. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ പത്മജ വെല്ലുവിളിച്ചു. തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ, എനിക്ക് 100% അറിയാളല്ല. അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ, അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ആരൊക്കെയാന്ന് വേണമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് വിളിച്ചവരോട് പറഞ്ഞു കൊടുക്കാം. ബെഹ്റ അതിൽ കക്ഷിയേ അല്ല എന്നുള്ളത് ഞാൻ 100% ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല. BJPയിലേക്ക് പോയ സഹോദരിയെ K മുരളീധരൻ തള്ളിപ്പറഞ്ഞത് തെരഞ്ഞെടുപ്പായതിനാലെന്ന് P രാജീവ് പരിഹസിച്ചു. ഇപ്പൊ തെരഞ്ഞെടുപ്പായതുകൊണ്ട് സഹോദരി അല്ല എന്നൊക്കെ പറഞ്ഞ് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നീ എന്തിനാ ആദ്യം പോയെന്ന് ചിലപ്പോൾ ചോദിച്ചേനെ. ഞാൻ റെഡിയായി നിൽക്കുകയായിരുന്നല്ലോ എന്ന് ചോദിച്ചേനെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് UDF സ്ഥാനാർത്ഥികൾ. മാതാപിതാക്കളുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് K മുരളീധരൻ തൃശൂരിൽ പ്രചാരണം തുടങ്ങിയത്. പ്രവർത്തകരുടെ വൻ പങ്കാളിത്തത്തോടെ റോഡ് ഷോ നടത്തിയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂരിൽ പ്രചാരണം ആരംഭിച്ചത്. പ്രചാരണത്തിന് മുന്നോടിയായി ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. തൃശൂരിലെത്തിയ K മുരളീധരന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത് വൻ വരവേൽപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്വീകരണം. ലീഡറുടെ പിന്മുറക്കാരന്റെ കരുത്ത് തെളിയിക്കുന്നതായി സ്വീകരണ പരിപാടി. തുടർന്ന് ബാല്യകാലം ചിലവഴിച്ച മുരളി മന്ദിരത്തിലേക്ക്. പിതാവ് K കരുണാകരന്റെയും മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന. വർഗീയതയ്ക്കെതിരായിട്ടൊരു പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂരിലെത്തിയ KPCC അധ്യക്ഷൻ K സുധാകരന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം. BJP പ്രവേശനത്തിന് മടിയില്ലാത്ത നേതാവാണ് K സുധാകരൻ എന്ന CPIM ആരോപണത്തിന് മറുപടി. അതായത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ പോകുന്ന അവരല്ലേ തീരുമാനിക്കുന്നത്. എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ് ആണ്, എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ്, എന്ത് എവിഡൻസ് ആണ് അവർക്ക്, എന്തിന്റെ പുറത്തായി പറയുന്നത്. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നിവർ പ്രചാരണത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി. ഇതുവരെ ലഭിച്ച എല്ലാ പദവിയുടെയും ഒരു കാരണക്കാരനെ, ആദ്യത്തെ കാരണക്കാരനെ പറയാൻ പറഞ്ഞാൽ അതിന് ഉമ്മൻചാണ്ടി സാർ എന്നല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് AICC വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തി. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവ് രാഹുൽജി പറഞ്ഞിരിക്കുക, കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം. സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ്സതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF 20 സീറ്റും നേടുമെന്ന് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. കേരളത്തിൽ ഇടതുപക്ഷവും BJPയും തമ്മിലാണ് പോരാട്ടമെന്ന CPIM പ്രസ്താവന ഞെട്ടിക്കുന്നതാണ്. CPIMനും BJPക്കും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്തായാലും UDF കേരളത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 20-20 2020 റിസൾട്ടായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറച്ച കാര്യമാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് BJPക്കും അത്രേ ഉള്ളൂ, CPMനും അത്രേ ഉള്ളൂ. പക്ഷെ ആ ലക്ഷ്യമൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ 20 സീറ്റും ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതുമാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ മത്സരത്തിനില്ലെന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും നേതാക്കളോടും പ്രവർത്തകരോടും സുരേഷ് ഗോപി ഭീഷണി മുഴക്കി. നോമിനേഷൻ കൊടുത്തിട്ടില്ല, ഞാൻ പോട്ടെ. സുരേഷ് ഗോപി ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രവർത്തകരോടും നേതാക്കളോടും ക്ഷുഭിതനായത്. രാവിലെ കോളനിയിലെത്തുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ. സന്ദർശനത്തിന്റെ ഭാഗമായി ചില വീടുകളിലെത്തിയപ്പോൾ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഇതോടെ സുരേഷ് ഗോപി പിണങ്ങി വാഹനത്തിലേക്ക് തിരിച്ചു കയറി. പിന്നീട് കാരിക്കടവ് നിന്നുൾപ്പെടെ കൂടുതൽ ആളുകളെ എത്തിച്ച് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ചു. എന്നാൽ വോട്ടർ പട്ടികയിൽ 25 പേരുടെ പേര് ഇനിയും ചേർക്കാനുണ്ടെന്ന വിവരം അറിഞ്ഞതോടെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു. താൻ നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്നും വേണ്ടിവന്നാൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും ഭീഷണി. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. താല്പര്യമില്ല, ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകിയാണ് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ച് തുടർ പരിപാടികൾക്ക് കൊണ്ടുപോയത്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനുമാണ് സ്ഥാനാർത്ഥികൾ. ഇടുക്കി, കോട്ടയം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. കോട്ടയം, ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മതമേലധ്യക്ഷന്മാരെ കണ്ട് പിന്തുണ തേടേണ്ട ആവശ്യമുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി TDPയും BJPയും ജനസേനയും സീറ്റ് ധാരണയായി. BJPയും TDPയും ഒന്നിക്കുന്നതിലൂടെ ആന്ധ്രയിൽ വിജയം ഉറപ്പാണെന്ന് TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. 8 സീറ്റുകളിൽ ജനസേനയും BJPയും മത്സരിക്കാനാണ് സാധ്യത. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിനൊപ്പം ചേർന്നു. ഒഡീഷയിൽ BJD-BJP സഖ്യ ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തെലുങ്കുദേശം പാർട്ടി മുന്നോട്ട് വെച്ച ഫോർമുല BJPയും ജനസേനയും അംഗീകരിച്ചതോടെയാണ് സീറ്റ് വിഭജനത്തിൽ ധാരണയായത്. സഖ്യകക്ഷികൾക്കായി TDP വാഗ്ദാനം ചെയ്ത സീറ്റുകളുടെ എണ്ണത്തിൽ ആദ്യം അതൃപ്തി അറിയിച്ച BJP പിന്നീട് വഴങ്ങി. TDPയും BJPയും ജനസേനയും ധാരണയിലെത്തിയ വിവരം ചന്ദ്രബാബു നായിഡു അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 8 സീറ്റുകളിൽ ജനസേനയും BJPയും മത്സരിക്കാനാണ് സാധ്യത. നിയമസഭയിൽ ഇരു പാർട്ടികൾക്കും 28 മുതൽ 32 വരെ സീറ്റുകൾ ലഭിക്കും. ബാക്കി സീറ്റുകളിൽ TDP മത്സരിക്കും. സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ ഒഡീഷയിൽ BJD-BJP സഖ്യ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇക്കുറി മാറ്റങ്ങളുണ്ട്. DMK സഖ്യത്തിലെത്തിയ കമൽഹാസന്റെ മക്കൾ നീതിമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കി. DMK സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കമൽഹാസൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഭോപ്പാലിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൗരി, മുൻ MP ഗജേന്ദ്ര സിംഗ് രാജ്ഖേദി, മുൻ MLAമാർ ഉൾപ്പെടെ നിരവധി പേർ BJPയിൽ ചേർന്നു. 24 ഡൽഹി. പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ പോന്നംകോട് മരംമെല്ലിൽ തീപിടുത്തം. വീടിനോട് ചേർന്ന ഷെഡിലാണ് തീപിടിച്ചത്. മണ്ണാർക്കാട് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്നും. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? തച്ചൻപാറ പോന്നൻകോട് കല്ലൻചോല എന്ന സ്ഥലത്ത് കുര്യൻ എന്നയാളുടെ ഒരു വീടിനോട് ചേർന്നിട്ടുള്ള മരംമില്ലിൽ തീപിടുത്തമുണ്ടായത്. വീടിനോട് ചേർന്ന ഒരു ഷെഡിലാണ് ഈ മില്ല് പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്.
ഉടനെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ മണ്ണാർക്കാട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. മണ്ണാർക്കാട് എന്നുള്ള ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് എത്തിച്ചേർന്നത്. അവർ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കോങ്ങാട് എന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റിനെ കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മറ്റൊരു യൂണിറ്റിനെ കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളത് വ്യക്തമല്ല. തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അരുണ്യ. ശരി, പാലക്കാട് മരംമില്ലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തുകയാണ്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടം. ശക്തമായ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. കടലിൽ വീണ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരമാല മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കെയാണ് വിനോദസഞ്ചാരികളെ ബ്രിഡ്ജിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നത്. 15-ലധികം വിനോദസഞ്ചാരികൾ കടലിൽ വീണു. ലൈഫ് ഗാർഡും നാട്ടുകാരും ചേർന്നാണ് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരമാല മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് സഞ്ചാരികളെ കടത്തിവിട്ടെന്ന് ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ രാവിലെ മുതലേ ഈ തിരമാല ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആളെ അനുസരിച്ചാണ്, കാര്യം തിരയടി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നേരെ ഈ ശനി ഞായറൊക്കെ വെക്കേഷൻ ദിവസങ്ങളാണ് ആളെ ശരി കയറുന്നതാണ്. പക്ഷേ അവരെ അനുസരിച്ചാണ് കയറും. പക്ഷേ ഞാൻ ഇത് നടക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തു. 2 ടീമും അപ്പുറത്തുള്ള ജിസ്കി ടീമിന് അവരെടുത്തും ഇവരെടുത്തും പറഞ്ഞ് തിരയടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് ശക്തമായിട്ടൊരു 3-4 തിര ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വന്ന്, അപ്പോഴേ ഏകദേശം ഒരു 10-25-30 ആളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അടിച്ച് മൊത്തം എല്ലാം പൊളിഞ്ഞങ്ങ് പോയി. അപകടത്തിൽ പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വർക്കല താലൂക്ക് ആശുപത്രിയിലും വർക്കല മിഷൻ ആശുപത്രിയിലും ചികിത്സയിലാണ്. തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പരിക്കേറ്റവരിലുണ്ട്. ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ടൂറിസം ഡയറക്ടറോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. മാസങ്ങൾക്ക് മുൻപാണ് വർക്കലയിൽ ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. സ്വകാര്യ ഏജൻസിക്കാണ് ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതല. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.